ഹലോ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസിനെ പറ്റിയാണ്, അഥവാ മെത്തേഡ്സ്. ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഗ്രാമിലെ ഒരുപാട് ഓപ്പറേഷൻസ്, ഒരുപാട് വേരിയബിൾസിനെയും അല്ലെങ്കിൽ ഒരുപാട് അരിത്തമെറ്റിക് ഓപ്പറേഷൻസും നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തില്ലേ കഴിഞ്ഞ വീഡിയോസിലൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷൻ ഉപയോഗിക്കുന്നത്. ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കുറേ ചെറിയ ചെറിയ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ്റെ ഒരു ഗ്രൂപ്പായിരിക്കും ഫങ്ഷൻ അഥവാ മെത്തേഡ് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റുന്നത് നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിലൊക്കെ നമ്മൾ ചെയ്ത കുറേ എക്സസൈസുകൾ ചെയ്തു. എങ്ങനെ മാർക്കിനെ ഗ്രേഡായിട്ട് കൺവേർട്ട് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതൊക്കെ നമ്മൾ എവിടെയാണ് ചെയ്തത്? ഈ വോയിഡ് മെയിൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിലാണ്. ഈ വോയിഡ് മെയിൻ എന്ന് പറയുന്നത് ഒരു ഫങ്ഷനാണ്, ഒരു മെത്തേഡാണ്. അപ്പോൾ അതിൻ്റെ പർപ്പസ് ഇതാണ്. ഒരേ അതായത് നമ്മൾ പ്രോഗ്രാം വലിയ വലിയ കാര്യങ്ങൾ, ആപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ കാര്യത്തിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് മാറ്റി ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിനെ എപ്പോഴും ആവശ്യം വരുമ്പോൾ വിളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഫങ്ഷൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രേഡ്, ഒരു മാർക്കിനെ ഗ്രേഡായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ എഴുതി, അതൊരു ഫങ്ഷനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ കോഡിനെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ ഒരു ഫങ്ഷനെ വിളിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു ഫുൾ പ്രോഗ്രാം ആക്സസ് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ പ്രോഗ്രാമിനെ അതിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റുന്നതിനെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു ഫങ്ഷൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ വോയിഡ് മെയിൻ എന്ന് പറയുന്ന ഫങ്ഷൻ, ഈ വോയിഡ് എന്താണെന്ന് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇത് റിട്ടേൺ ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക എന്താണ് റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്. ചില കേസിൽ നമ്മൾ ഡേറ്റ ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല, പക്ഷെ ചില കേസിൽ നമ്മൾ ഡേറ്റ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു തിരിച്ചൊരു ഡാറ്റ ഈ ഫങ്ഷൻ തരുന്നുണ്ടെങ്കിൽ ആ ഡേറ്റ എന്ത് ടൈപ്പ് ഡേറ്റയാണെന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിട്ടേൺ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കുറേ ഡേറ്റ ടൈപ്പുകൾ പഠിച്ചു. സ്ട്രിങ്, ഇൻറ്റിജർ, ഡബിൾ, ഡൈനാമിക്, വാർ, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പം ഇതിൽ എന്ത് ടൈപ്പ് ഡേറ്റയാണോ ഈ ഫങ്ഷൻ തിരിച്ച് നമുക്ക് തരുന്നത് അതാണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഡാർട്ട് എന്ന് പറയുന്ന ഒരു ഹെവിലി ടൈപ്ഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് ഇത് എപ്പോഴും കൊടുക്കണം എന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വോയിഡ് എന്ന് പറയുന്നത് എന്താണ്? വോയിഡ് നമ്മൾ പഠിച്ചിട്ടില്ല, ഒരു ഡാറ്റ ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടില്ല. ഇപ്പോൾ വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫങ്ഷൻ തിരിച്ച് ഡാറ്റ ഒന്നും തരുന്നില്ല എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ ഫങ്ഷൻ തിരിച്ച് ഡാറ്റ ഒന്നും തരുന്നില്ല എങ്കിൽ ആ ഒരു ഫങ്ഷനെ നമ്മൾ വോയിഡ് ആയിട്ട് വേണം ഡിഫൈൻ ചെയ്യാൻ. ഇത് ഭയങ്കര നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും ഈ ഒരു പോയിന്റിൽ, പക്ഷേ ഞാൻ ഇതിൽ കുറേ എക്സാമ്പിൾസ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ധാരണ കിട്ടും. ഈ റിട്ടേൺ ടൈപ്പ് എന്താണെന്ന് പറഞ്ഞു. അടുത്ത ഈ മെയിൻ എന്ന് പറയുന്നത് ഫങ്ഷൻ്റെ പേരാണ്. അത് നമുക്ക് എന്തും കൊടുക്കാം. ഓക്കെ, ഈ മെയിൻ ഫങ്ഷൻ ഇതുപോലെ തന്നെ ആയിരിക്കണം കേട്ടോ. ഈ മെയിൻ ഫങ്ഷൻ ഇതുപോലെ തന്നെ ആയിരിക്കണം. മെയിൻ എന്ന് പറയുന്ന കീവേഡ് തന്നെ യൂസ് ചെയ്യണം. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസിന് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. ഈ റൗണ്ട് ബ്രാക്കറ്റിലൂടെ നമുക്ക് ഫങ്ഷൻസിനകത്തോട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ കേർലി ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഫങ്ഷൻ്റെ ബോഡിയാണ്. ഇതിനകത്താണ് നമ്മൾ കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നത്. എന്ത് പ്രോഗ്രാമാണ് ചെയ്യേണ്ടതെന്നുള്ളത് അത് ഈ ബോഡിക്കകത്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് മനസ്സിലാവാൻ നിങ്ങൾ ആ വോയിഡ് മെയിനകത്ത് നമ്മൾ ഇത്രയും ദിവസം എങ്ങനെ പ്രോഗ്രാം ചെയ്തു എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ആദ്യം തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഒരു വോയിഡ് ടൈപ്പ് ഫംഗ്ഷൻ തന്നെ ക്രിയേറ്റ് ചെയ്താൽ മതി. അതായത് തിരിച്ച് നമുക്ക് ഡേറ്റ ഒന്നും തരാത്തൊരു ഫംഗ്ഷനാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ഒരു പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പേര് ഞാൻ കൊടുക്കുമ്പോൾ പ്രിൻ്റ് നെയിം എന്നാണ്, ബ്രാക്കറ്റ്, പിന്നെ കേർലി ബ്രാക്കറ്റ്. ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്രിൻ്റ് ഫംഗ്ഷൻ എഴുതി, എന്നിട്ട് അതിനകത്ത് എന്ത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നത്? ഓക്കെ, ഒരു വേരിയബിൾ അങ്ങ് ക്രിയേറ്റ് ചെയ്യാം. ഒരു സ്ട്രിങ് ടൈപ്പ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. നെയിം ഈക്വൽ ടു മല്ലു ഡെവലപ്പർ. അപ്പോൾ ഈ ഫംഗ്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഫംഗ്ഷനകത്ത് നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഫംഗ്ഷനകത്ത് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ ആ ഫംഗ്ഷനകത്ത് നിന്നുകൊണ്ട് മാത്രമേ ആ വേരിയബിളിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഈ വോയിഡ് മെയിൻ ഫംഗ്ഷനകത്തൊരു സ്ട്രിങ് നെയിം
ഈക്വൽ ടു ടെസ്റ്റ്. ഈ പറയുന്ന നെയിം വേരിയബിൾ ഒരിക്കലും ഈ പ്രിൻറ്റ് നെയിം എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. വേരിയബിൾസ് എപ്പോഴും ഏത് ഫംഗ്ഷനകത്താണോ നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഫംഗ്ഷനകത്ത് മാത്രമേ ആ വേരിയബിൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ലോക്കൽ വേരിയബിൾസ് എന്ന് പറയും ഇങ്ങനെയുള്ളതിന്. ഓക്കെ, ഞാനിതൊരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയപ്പോൾ ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, അതിലേക്ക് മല്ലു ഡെവലപ്പർ എന്ന് ഞാൻ വാല്യൂ അസൈൻ ചെയ്തു. ഇനി നമുക്ക് ആ നെയിമിനെ ഒന്ന് പ്രിൻ്റ് ചെയ്യാം. ഇനി നമുക്ക് ആ ഫംഗ്ഷനെ ഈ മെയിൻ ഫംഗ്ഷനകത്ത് നിന്ന് വിളിക്കാം. അതിനോട് ആ വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ പറയാം. അതിങ്ങനെയാണ്. ഫംഗ്ഷൻ ഡെഫിനിഷനാണ് ഈ കാണുന്നത്. ഫംഗ്ഷനെ ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും, ഫംഗ്ഷൻ നെയിം ഉണ്ടാവും, പിന്നെ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഈ ബോഡിക്കകത്ത് നമ്മൾ എന്താണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് എഴുതി കൊടുക്കും. ഇനി അങ്ങനെ ചെയ്തുകൊണ്ട് അത് വർക്ക് ചെയ്യില്ല ഒരിക്കലും. ആ ഫംഗ്ഷനെ നമ്മൾ വിളിക്കണം. മെയിൻ ഫംഗ്ഷനകത്തോട്ട് നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷനെ നമ്മൾ വിളിക്കണം. എന്നാൽ മാത്രമേ ഈ പുതിയ ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ. അത് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയാണ്. അതായത് ഫംഗ്ഷൻ നെയിം ബ്രാക്കറ്റ് പിന്നെ ബോഡി ഇല്ല, പകരം സെമിക്കോളൻ. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ? അപ്പം ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, വോയിഡ് മെയിൻ എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷനാണ്, അതിനൊരു മാറ്റവും ഇല്ല. അതങ്ങനെ തന്നെ വേണം നമുക്ക്. പിന്നെ നമ്മളൊരു പുതുതായിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് പ്രിൻ്റ് നെയിം. അതിന് വോയിഡ് റിട്ടേൺ ടൈപ്പാണ്. കാരണം ആ ഫംഗ്ഷൻ ഡേറ്റ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അതിൽ നമ്മൾ ആ ഫംഗ്ഷനകത്ത് നമ്മളൊരു നെയിം വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിലേക്കൊരു വാല്യൂ അസൈൻ ചെയ്തു, നമ്മളത് പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി എപ്പോഴാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷനെ അങ്ങ് വിളിച്ചാൽ മതി, ഫംഗ്ഷൻ അങ്ങ് ആക്സസ് ചെയ്താൽ മതി. അത് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. എങ്ങനെയാണ്? ഫംഗ്ഷൻ നെയിം ബ്രാക്കറ്റ്സ് സെമിക്കോളൻ. അപ്പോൾ പ്രോഗ്രാം എന്ത് ചെയ്യുന്നു വെച്ചാൽ ആദ്യം വോയിഡ് മെയിൻ എക്സിക്യൂട്ട് ചെയ്യും, അടുത്ത പോയിന്റിൽ പ്രിൻറ്റ് നെയിം എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലെത്തും. അപ്പം പ്രോഗ്രാമിന് മനസ്സിലാവും, ഓ ഇതൊരു ഫംഗ്ഷനാണ്, ഓക്കെ ആ ഫംഗ്ഷൻ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക. അങ്ങനെ പ്രോഗ്രാം അന്വേഷിച്ച് ഇവിടെ വരും, ഈ ഒരു ഫംഗ്ഷൻ കണ്ടുപിടിച്ച് അതിനകത്തുള്ള ആക്ടിവിറ്റി എന്താണോ അതങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. ഫംഗ്ഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വോയിഡ് ഫംഗ്ഷനാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. നമുക്കൊരു സ്ട്രിങ് ടൈപ്പ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, റിട്ടേൺ ടൈപ്പ് സ്ട്രിങ് ആയാൽ ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഒരു സ്ട്രിങ് വാല്യൂ ആയിരിക്കും. ഇനി റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജർ ആണെങ്കിലോ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. ബൂളിയൻ ആണെങ്കിലോ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നായിരിക്കും ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. ഒരു ലിസ്റ്റ് ആണെങ്കിലോ ലിസ്റ്റ് വാല്യൂ, അതൊരു അറേ ആയിരിക്കും ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രിങ് വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ പ്രിൻ്റ് നെയിം ഞാൻ ആ പേര് മാറ്റുന്നില്ല. ഇനി എങ്ങനെ ഈ ഫംഗ്ഷൻ ഈ വാല്യൂവിനെ റിട്ടേൺ ചെയ്യും? നമുക്കൊരു വാല്യൂ, ഒരു ഫംഗ്ഷനകത്ത് നിന്നുകൊണ്ട് നമുക്കൊരു വാല്യൂവിനെ മെയിൻ ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കാൻ നമ്മൾ എങ്ങനെ കൊടുക്കും എന്ന് നോക്കാം. അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് റിട്ടേൺ. റിട്ടേൺ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ആ റിട്ടേൺ എന്ന് പറയുന്ന കീവേഡ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വേരിയബിൾ ആണോ റിട്ടേൺ ചെയ്യേണ്ടത് ആ വേരിയബിൾ മെൻഷൻ ചെയ്യുക, എന്നിട്ട് സെമിക്കോളൻ. ഒന്നുകൂടി പറയാം, സ്ട്രിങ് വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണിത്. ഫംഗ്ഷനകത്തോ നമ്മൾ നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ റിട്ടേൺ ചെയ്യാൻ റിട്ടേൺ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കും. അതിനോടൊപ്പം തന്നെ എന്ത് വാല്യൂ ആണോ, എന്ത് വേരിയബിൾ ആണോ റിട്ടേൺ ചെയ്യാനുള്ളത് ആ വേരിയബിളും മെൻഷൻ ചെയ്യും, പിന്നെ സെമിക്കോളൻ. ഇതാണ് സ്ട്രിങ് വാല്യൂ റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വാല്യൂവിനെ വോയിഡ് മെയിനകത്ത് നമുക്ക് പ്രിൻ്റ് ചെയ്യണം. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിനുമായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് വോയിഡ് മെയിനകത്തൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. നെയിം ഫ്രം ഫംഗ്ഷൻ. ഞാനൊരു എക്സാമ്പിളായിട്ട് കൊടുത്ത നെയിമാണത്. കാരണം ഈ കാണിക്കുന്ന നെയിം, ഈ ഒരു വേരിയബിളിനകത്തെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷനകത്ത് നിന്ന് വരുന്നതാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ പേര് കൊടുത്താണ്. ഈക്വൽ ടു എന്താണ് ഇനി ചെയ്യേണ്ടത്? നമുക്ക് എങ്ങനെയാണ് ഈ വാല്യൂ കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞേ. ഈ ഫംഗ്ഷൻ നെയിം പിന്നെ ബ്രാക്കറ്റ്സ് സെമിക്കോളൻ. ഇപ്പം ഈ ഒരു സ്റ്റേജിൽ സംഭവിക്കുന്നത് എന്താ? സ്ട്രിങ്
ഈ ഒരു സ്ട്രിങ് ടൈപ്പ് വേരിയബിളിലേക്ക് ഈ ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണോ അതങ്ങ് അസൈൻ ചെയ്യും. നമുക്ക് ഈ വാല്യൂവിനെ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. ഉണ്ടോ, വാല്യൂ ഡെവലപ്പറിന് തന്നെ ഔട്ട്പുട്ട് കിട്ടി. ഈ പ്രോഗ്രാമിൻ്റെ ഫ്ലോ ഒന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെങ്ങനെയാണെന്ന് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കി ഇരുന്നാൽ മാത്രമേ മുമ്പോട്ടുള്ള പ്രോഗ്രാംസിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ വോയിഡ് മെയിനിൽ നമ്മൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, നെയിം ഫ്രം ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ വേരിയബിളിലേക്ക് പ്രിൻ്റ് നെയിം എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിനെ അസൈൻ ചെയ്തു. അതാണ് ഈ കാണുന്നത്. ഈക്വൽ ടു പ്രിൻ്റ് നെയിം എന്ന് പറയുമ്പോഴത്തേക്കും ആ പ്രിൻ്റ് നെയിം എന്ന് പറയുന്ന ഫംഗ്ഷൻ അങ്ങ് വിളിക്കും. ആ പ്രിൻ്റ് നെയിം എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിനുള്ളിൽ നെയിം എന്ന് പറയുന്നൊരു വേരിയബിളുണ്ട്. ആ വേരിയബിളിനുള്ളിൽ മല്ലു ഡെവലപ്പർ എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ ആ വാല്യൂവിനെ അങ്ങ് റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു പോയിന്റിൽ നെയിം ഫ്രം ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിലേക്ക് ആ വാല്യൂ അസൈൻ ആവുന്നു. പിന്നെ നമ്മൾ ആ വാല്യൂ ആ ഒരു വേരിയബിൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഔട്ട്പുട്ട് കിട്ടുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്ലോ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ ഈ ഫങ്ഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇപ്പോൾ ഇതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഒരു ഫങ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു ഫങ്ഷനെ എങ്ങനെ ആക്സസ് ചെയ്യാം, ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് കോഡിനെ നമ്മൾ എഴുതി കൊടുക്കുന്ന പ്രോഗ്രാമിനെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷൻസിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതൽ വരുന്നത്. ഇനി അടുത്തതായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെ ഒരു ഫംഗ്ഷന് ഉള്ളിലേക്ക് വാല്യൂസിനെ നമുക്ക് പാസ് ചെയ്യാം, വേരിയബിൾസിനെ നമുക്ക് പാസ് ചെയ്യാം എന്നുള്ളത്. അതിന് നമ്മൾ പറയുന്ന പാരാമീറ്റേഴ്സ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് എന്നും പറയാം. അപ്പം ഒരു ഫംഗ്ഷനുള്ളിലേക്ക് കുറേ വാല്യൂവിനെ എങ്ങനെ കൊടുക്കാം, പാരാമീറ്റേഴ്സിനെ എങ്ങനെ പാസ് ചെയ്യാം എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, സ്ട്രിങ് പ്രിൻ്റ് നെയിംസ്. അത് തന്നെ ആവട്ടെ. ഇതാണ് ബേസിക് സിൻടാക്സ് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ ആദ്യം പറഞ്ഞു ഈ ബ്രാക്കറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്ന ഫംഗ്ഷന്, പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യാൻ, അതായത് ഇൻപുട്ട് ടു വാല്യൂസ്, ഈ ഫംഗ്ഷന് വേണ്ട വാല്യൂസിനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഇതിലേക്ക് എങ്ങനെ നമുക്ക് വാല്യൂസിനെ കൊടുക്കാം എന്ന് നോക്കാം. സ്ട്രിങ് വാല്യൂവിനെയാണ് നമ്മൾ ഈ പറയുന്ന പ്രിൻ്റ് നെയിംസ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത്. അത്ര മാത്രമേ നമുക്കറിയുള്ളൂ. ആ വാല്യൂ എന്താണെന്ന് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. പിന്നെ നമുക്കൊരു വേരിയബിൾ നെയിമും വേണം. അപ്പോൾ അതിന് ഞാൻ ഒരു വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്തു, നെയിം. ഓക്കെ, അപ്പോൾ സ്ട്രിങ് നെയിം ഇതാണ് നമ്മൾ പാസ് ചെയ്യാൻ പോകുന്ന വേരിയബിൾ. നമ്മൾ പാസ് ചെയ്യുന്ന ഈ പാരാമീറ്റർ സ്ട്രിങ് ആണെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. നമ്മൾ അതിനൊരു വേരിയബിൾ നെയിമും കൊടുത്തു, നെയിം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് എന്ത് വാല്യൂ വരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇനി എന്താ നമ്മുടെ ഫംഗ്ഷൻ ചെയ്യേണ്ടത്, നമുക്ക് ആ നെയിമിനെ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, പ്രിൻ്റ് നെയിം. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. വളരെ ബേസിക് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിനെ നമുക്കിനി വോയിഡ് മെയിനിൽ നിന്നും ആക്സസ് ചെയ്ത് നോക്കാം. മുൻപൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, പ്രിൻ്റ് നെയിംസ് ആ ഒരു ബ്രാക്കറ്റ് സെമിക്കോളൻ. അപ്പോൾ എന്ത് പറ്റും, ആ ഫംഗ്ഷനകത്തുള്ള വാല്യൂ, ആ ഫംഗ്ഷൻ ബോഡിയിലുള്ള കാര്യം എന്താണോ അതങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ ഇവിടെ എന്താ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഈ ഫംഗ്ഷന് പാരാമീറ്ററും വേണം. അതായത് എന്തെങ്കിലും ഒരു പാരാമീറ്ററും കൂടി ഈ ഫംഗ്ഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളതിവിടെ പാസ് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്, സ്ട്രിങ് നെയിം ഈക്വൽ ടു ഞാനിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, മല്ലു ഡെവലപ്പർ എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ട്. ഇനി ആ വേരിയബിളിനെ നമുക്കിവിടെ പാസ് ചെയ്യാം. ഇനി അതുകൊണ്ടായോ, ഇല്ല. കാരണം എന്താ, നമ്മളിവിടെ ഒരു റിട്ടേൺ ടൈപ്പും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിട്ടേൺ ടൈപ്പ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം എറർ തരും. ഇതുണ്ടല്ലോ, ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു അണ്ടർലൈൻ കാണിക്കുന്നുണ്ടല്ലേ. കാരണം എന്താ, നമുക്ക് ആ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് മിസ്സിങ് ആയതുകൊണ്ടാണ് ആ എറർ കാണിക്കുന്നത്. അപ്പോൾ
റിട്ടേൺ ടൈപ്പ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ നിന്ന് എന്തെങ്കിലും വാല്യൂ നമ്മൾ തിരിച്ച് കൊടുക്കുകയും വേണം. ഇപ്പോൾ ഇവിടെ വോയിഡ് ആയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല. വോയിഡ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ മല്ലു ഡെവലപ്പർ എന്ന് പറയുന്ന വാല്യൂ ഈ നെയിമിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പ്രിൻറ്റ് നെയിംസ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് നമ്മൾ ആ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ. അപ്പം പ്രിൻറ്റ് നെയിംസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ ഓൾറെഡി അറിയാം. എനിക്ക് നെയിം എന്ന് പറയുന്ന ഒരു സ്ട്രിങ് വേരിയബിളിനെ കിട്ടും. നമ്മളവിടെ എന്താ ചെയ്തത്, ആ നെയിം എന്ന് പറയുന്ന വേരിയബിളിനെ കിട്ടുമ്പോൾ അതങ്ങ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും ഇവിടെ. ഓക്കെ, നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം ഔട്ട്പുട്ട് എന്താണെന്ന്. കണ്ടില്ലേ, നമുക്ക് ആ ഫംഗ്ഷനകത്ത് നമുക്ക് ആ പ്രിൻറ്റിൽ ആ ഒരു വേരിയബിൾ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റി. ഇനി അടുത്ത് സ്ട്രിങ് റിട്ടേൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എങ്ങനെ ഈ ഒരു കേസിൽ ആക്ട് ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് വാല്യൂ കിട്ടുന്നോ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളത് ഇങ്ങനെ ഒരു 3 കുത്ത് ആഡ് ചെയ്യുകയാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ന്യൂ നെയിം ഈക്വൽ ടു നെയിം പ്ലസ് നമ്മൾ ആ 3 ഡോട്ട്സ് ആ നെയിമിലേക്ക് ആഡ് ചെയ്തു. ഞാൻ ആദ്യം പറഞ്ഞു ഈ പറയുന്ന നെയിമിനകത്ത് മല്ലു ഡെവലപ്പർ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഫംഗ്ഷൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേരിയബിളിൻ്റെ വാല്യൂവിൻ്റെ ഏറ്റവും അവസാനം ഒരു 3 ഡോട്ട്സ് ആഡ് ചെയ്യുകയാണ് ഈ ഫംഗ്ഷൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്തു, പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ന്യൂ നെയിം എന്ന് പറയുന്ന ഒരു സ്ട്രിങ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് നെയിം പ്ലസ് ഡോട്ട് 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 എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിൻ്റെ കേസിൽ പ്ലസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ സ്ട്രിങ്ങുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കും. പക്ഷേ ഇവിടെ ഒരു ഇൻറ്റിജർ നമ്പർ അല്ലെങ്കിൽ ഡബിൾ നമ്പർ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും, പ്ലസ് വരുമ്പോൾ അഡീഷൻ അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്താണോ അത് സംഭവിക്കും. പക്ഷേ സ്ട്രിങ്ങിൻ്റെ കേസിൽ പ്ലസ് വന്നാൽ അവിടെ നടക്കാൻ പോകുന്നത് എന്താണ്, ഈ നെയിമിനകത്തുള്ള വാല്യൂവും ഈ ഡോട്ട് 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 എന്ന് പറയുന്ന ആ ഒരു വാല്യൂവും കൂടെ കൂടിച്ചേരും, അതായത് ജോയിൻ ചെയ്യും. അത് പ്ലസിൻ്റെ അത് സ്ട്രിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ. അത് കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്, പക്ഷേ ഇങ്ങനെ മനസ്സിലാക്കുക, സ്ട്രിങ്ങുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇനി ഒരു വാല്യൂവിനെ റിട്ടേൺ ചെയ്ത് കൊടുക്കണം അല്ലേ. എന്ത് വാല്യൂവിനെ ഇപ്പോൾ റിട്ടേൺ ചെയ്ത് കൊടുക്കേണ്ടത്, നമ്മൾ ന്യൂ നെയിമിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. കാരണം നമ്മൾ മോഡിഫൈ ചെയ്ത കാര്യം എന്തിലാണ് കിടക്കുന്നത്, ന്യൂ നെയിം എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു പോയിന്റിൽ ആ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, പക്ഷേ ഇനി നമ്മൾ എന്ത് ചെയ്യും, നമുക്കിനി അതിനെ പ്രിൻ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആ ന്യൂ നെയിമിനെ എവിടെ നിന്ന് സേവ് ചെയ്യണ്ടേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, വോയിഡ് മെയിനിൽ ഞാൻ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ന്യൂ നെയിം എന്ന് പറയുന്നത്. എന്നിട്ട് അതിലേക്ക് ഈ പ്രിൻ്റ് നെയിംസ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന എന്ത് വാല്യൂ ആണോ അതിനെ അങ്ങ് അസൈൻ ചെയ്തു. നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതായത് എങ്ങനെ ഒരു ഫംഗ്ഷനിലേക്ക് വാല്യൂ പാസ് ചെയ്യാം എന്നാണ് നമ്മളിവിടെ നോക്കിയത്. ഇവിടെ വാല്യൂ പാസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഫംഗ്ഷൻ ഒരു സ്ട്രിങ് വാല്യൂവിനെ റിട്ടേണും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു സ്റ്റെപ്പ് അവിടെ ആഡ് ചെയ്തത്. അതിൻ്റെ എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റെപ്പ് ആഡ് ചെയ്തത്. ഈ റിട്ടേൺ ടൈപ്പ് ഇല്ലാതെ നമുക്ക് ഇവിടെ തന്നെ പ്രിൻ്റ് ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനാലിറ്റി ചെയ്യാമായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാമെന്നും ഫംഗ്ഷൻ എത്ര തരമുണ്ട്, റിട്ടേൺ ടൈപ്പ് എന്താണ്, പാരാമീറ്റേഴ്സ് എങ്ങനെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ നമ്മൾ ആകെ പാസ് ചെയ്ത് ഒരു പാരാമീറ്റർ അല്ലേ. ഇനി ഒന്നിൽ കൂടുതൽ പാരാമീറ്റർ ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു കോമ ഇട്ട് ഇത്തവണ നമുക്കൊരു ഇൻറ്റിജർ പാരാമീറ്റർ പാസ് ചെയ്യാം, കൗണ്ടർ. അപ്പോൾ ഇവിടെ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട്, ഇപ്പോൾ 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. നമുക്കിവിടെ ഒരു എറർ കിട്ടി, കണ്ടില്ലേ. എന്തുകൊണ്ടാണ്, വോയിഡ് മെയിനിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പ്രിൻ്റ് നെയിംസ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി നിലവിൽ ഒരു പാരാമീറ്റർ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഈ എറർ വരുന്നത്. പക്ഷേ ഇവിടെ നിലവിൽ എത്ര പാരാമീറ്റേഴ്സിനെയാണ് ഈ ഫംഗ്ഷൻ ഡിമാൻഡ് ചെയ്യുന്നത്, 2 പാരാമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഓർമ്മ കൂടെ കൊടുക്കാം. ഞാൻ അതിന് വേരിയബിൾ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഞാൻ അതിന് പകരം
10 എന്ന് പറയുന്ന വാല്യൂ നേരിട്ട് കൊടുക്കുക. ഞാൻ വേരിയബിൾ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഉദാഹരണത്തിന് നെയിംസ് എന്ന് പറയുന്ന ആ വേരിയബിളിൽ നമ്മൾ ഓൾറെഡി ആ നെയിംസ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു അല്ലേ, അതിലൊരു വാല്യൂ അസൈൻ ചെയ്തു. അതിന് പകരം നമുക്ക് പാരാമീറ്ററായിട്ട് നേരിട്ട് വാല്യൂ വേണമെങ്കിലും പാസ് ചെയ്യാം. നമുക്ക് നേരിട്ടൊരു വാല്യൂ വേണമെങ്കിലും പാസ് ചെയ്യാം. അതിന് വേരിയബിൾ എപ്പോഴും വേരിയബിൾ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. വേരിയബിൾ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ വേരിയബിൾ ഇല്ലെങ്കിൽ നമുക്ക് വാല്യൂ നേരിട്ടായാലും പാസ് ചെയ്യാം. നമുക്ക് ഇവിടെ എന്താ ഔട്ട്പുട്ട് കിട്ടും നമുക്ക് നോക്കാം. ഇപ്പം നിലവിൽ ഔട്ട്പുട്ട് കിട്ടേണ്ടത് വാല്യൂ പിന്നെ ഡോട്ട് 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 എന്ന് ഇവിടുന്ന് പ്രിൻ്റ് ചെയ്യണം. കണ്ടില്ലേ? അപ്പോൾ നമുക്കിവിടെ നേരിട്ട് വേണേൽ വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്താലും പാസ് ചെയ്താലും മതി. ഇപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ടൈപ്പ് വേണ്ട. അതിന് പകരം ഇവിടെ വേറൊരു കുറച്ച് ഫൺ കാര്യം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നെയിം എന്ന് പറയുന്ന വേരിയബിൾ നമുക്കൊരു വാല്യൂ ഈ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു കൗണ്ടർ വാല്യൂ കൂടെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൗണ്ടർ വാല്യൂ എത്രയാണോ കൗണ്ട് അത്രയും തവണ ഈ നെയിമിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യണം. അതാണ് ഈ ഫംഗ്ഷൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അതെങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷനാണ് ഇവിടെ വേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ നെയിമിനെ പ്രിൻറ്റ് ചെയ്യണം. എത്ര തവണയാണോ എന്ത് നമ്പറാണോ നമുക്ക് ഈ ഫംഗ്ഷനിലേക്ക് ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത് അത്രയും തവണ. കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ ലൂപ്പുകൾ ഉപയോഗിക്കും. ഇവിടെ ഉപയോഗിക്കേണ്ട ലൂപ്പ് നമുക്ക് വൈൽ ഉപയോഗിക്കാം, ഫോർ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് 4 ആണ്. 4 ഉപയോഗിച്ച് പഠിക്കാം. 4 ഉപയോഗിക്കുന്ന ഒരു ശീലമാക്കാം. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ ഇനീഷ്യലൈസേഷൻ പാർട്ട് ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ പ്രീവിയസ് വീഡിയോ കാണുക. അതിൽ ഞാൻ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ്. ഇവിടെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടീഷനാണ്. i<10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എക്സിക്യൂഷൻ എത്ര തവണ ഉണ്ടാവും? 10 തവണ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇൻക്രിമെൻറ്റേഷനാണ്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം? i+1. അപ്പം ഓരോ സ്റ്റെപ്പും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റെപ്പ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്താൽ മതി. ഈ നെയിം. അപ്പോൾ ഈ നെയിം 10 തവണ പ്രിൻറ്റ് ചെയ്യും. അതാണ് ഈ ഫോർ ലൂപ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു മിസ്റ്റേക്ക് വരുത്തി. കൗണ്ടറിൻ്റെ വാല്യൂ, അതായത് ഈ ഒരു വാല്യൂ ഞാൻ നേരിട്ട് കൊടുത്തു. അപ്പോൾ തന്നെ ഒരു പ്രോഗ്രാമിൻ്റെ ആ കൺസെപ്റ്റേ മാറി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്, ക്ഷമിക്കുക. അപ്പോൾ i< കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടറിൽ എത്ര വാല്യൂ വരുന്നോ അത്രയും ടൈം മാത്രമേ ഈ പ്രിൻ്റ് വർക്ക് ചെയ്യുള്ളൂ. ഇതൊക്കെ ഞാൻ ഓൾറെഡി 5th വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകാതെ ഞാൻ പെട്ടെന്ന് എഴുതി പോകുന്നത്. നമുക്ക് ഒരുപാട് സമയം കളയണ്ട. ഓക്കെ, അപ്പം നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. അല്ലേ? അപ്പോൾ നമുക്ക് 10 തവണ പ്രിൻ്റ് ചെയ്ത് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫങ്ഷൻസ് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് വളരെ ക്ലീൻ ആയിട്ടിരിക്കും, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട്, വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഇരിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് പറയുന്നത് കോഡ് റീയൂസബിലിറ്റിയാണ്. അതായത് ഈ ഫംഗ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, നമുക്കൊരു 10 നെയിം പ്രിൻ്റ് ചെയ്യാനുണ്ട്. ഇങ്ങനെ ഈ ഫംഗ്ഷൻ നമുക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ 10 നെയിമിന് വേണ്ടി 10 തവണ ഫോർ ലൂപ്പ് നമ്മൾ എഴുതി കൊടുക്കേണ്ടി വരും അല്ലേ? അതായത് ഒരു നെയിം പ്രിൻ്റ് ചെയ്യേണ്ട ഇത്രയും തവണ പ്രിൻ്റ് ചെയ്യണം. ഇങ്ങനത്തെ 10 നെയിമുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 10 ഫോർ ലൂപ്പിൻ്റെ ആവശ്യം വരും അല്ലേ? അപ്പം അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഒറ്റ പ്രിൻറ്റിങ്, അതായത് ഈ ഒരു ഒറ്റ പർപ്പസിനെ നമ്മളൊരു ഫംഗ്ഷനാക്കി അല്ലേ? എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ആക്സസ് ചെയ്തു. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചിരുന്നു. അത് കുറച്ചുകൂടി മനസ്സിലാവാൻ, അതിന് കോഡ് റീയൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓക്കെ 4 തവണ ഞാനിത് കോപ്പി ചെയ്തു. അതാണ് എളുപ്പം. ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ്. മമ്മൂട്ടി സുരേഷ് ഗോപി, പിന്നെ ആരാണ്? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഈ പ്രിൻ്റ് നെയിംസ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ വീണ്ടും 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 റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ഈ ഫോർ ലൂപ്പ് ഈ ഒരു സെക്ഷൻ, ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഈ ഒരു സെക്ഷനെ നമ്മൾ 4 തവണ എഴുതേണ്ടി വരും. അപ്പോൾ പ്രോഗ്രാമിൻ്റെ സൈസ് കൂടുകയാണ് അല്ലേ?
ഇതിനെ ഒരു ഫംഗ്ഷനകത്തേക്ക് നമുക്ക് ചുരുക്കാൻ പറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു, നമുക്കതിനെ വീണ്ടും വീണ്ടും ആ ഫംഗ്ഷനെ റീയൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടി. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം എൻ്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടുന്നുള്ളത് അല്ലേ. 3 തവണ ഓരോ പേരും 3 തവണ പ്രിൻ്റ് ചെയ്യപ്പെട്ടു അല്ലേ. നമുക്കതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം കുറച്ചുകൂടി കാണാനൊരു ഭംഗിക്ക്. അല്ല, കുറച്ചുകൂടി ക്ലീൻ ആയിപ്പോൾ, കാണാനൊരു ഭംഗിയായിപ്പോൾ. അപ്പോൾ നമ്മൾ ഈ പ്രിൻ്റ് നെയിംസ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ റീയൂസ് ചെയ്യാൻ പഠിച്ചു. അതുതന്നെയാണ് ഫങ്ഷൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞില്ല. നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇപ്പോഴല്ല ഫ്യൂച്ചറിലാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും അതിനെ ടൈപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ റീയൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടെങ്കിൽ, അതിനെ എപ്പോഴും നിങ്ങളൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കണം. അതൊരു ബെസ്റ്റ് അപ്രോച്ചാണ്, അതൊരു ബെസ്റ്റ് പ്രാക്ടീസാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് ഈ പ്രിൻ്റ് നെയിംസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തതിന്. നമുക്കിപ്പം നമ്മൾ ഈ പാസ് ചെയ്ത് കൊടുക്കുന്ന നെയിം നമുക്ക് എപ്പോഴും മാറ്റാം അല്ലേ. അതേസമയം ആ ഒരു ലോജിക്ക്, പ്രിൻ്റ് ചെയ്യേണ്ട ആ ലോജിക്ക് സെയിം തന്നെയായിരിക്കും. നമുക്ക് ആ നെയിമുകൾ എപ്പോഴും മാറ്റി കൊടുക്കാം. അതുപോലെ കൗണ്ട് വാല്യൂസും മാറ്റി കൊടുക്കാം. അത് ഞാൻ മാറ്റി കാണിച്ചു തരാം. 1 ആക്കി, ഒരെണ്ണം 1 ആക്കി, 3 ആക്കി, വീണ്ടും 1 ആക്കി, ഇത് ഞാനൊരു 5 ആക്കാം. പ്രിൻ്റ് ചെയ്ത് നോക്കാം എന്താവും. കണ്ടില്ലേ, ഫസ്റ്റ് വാല്യൂ മോഹൻലാൽ 1 തവണ പ്രിൻ്റ് ചെയ്തു, മമ്മൂട്ടി 3 തവണ, സുരേഷ് ഗോപി 5 തവണ, 1 തവണ, പൃഥ്വിരാജ് 5 തവണ. കണ്ടില്ലേ, നമുക്ക് കുറേ കൺട്രോൾ കിട്ടി ഇപ്പോൾ പ്രോഗ്രാമിൽ. അതായത് ഞാൻ ഈ ഒരു പാർട്ടിൽ, ഈ ഒരു ഫംഗ്ഷനിൽ ഞാൻ ഒരു മോഡിഫിക്കേഷനും വരുത്തിയില്ല. പക്ഷേ എനിക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ആ ഒരു എന്താ പറയുക കോഡിൻ്റെ ലോജിക്കിനെ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റി. അതുതന്നെയാണ് ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം. അതാണ് കോഡ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. ഫംഗ്ഷൻ വെച്ചിട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടൊരു എക്സാമ്പിൾ ചെയ്യണമെന്നുണ്ട്, ഒരു സാമ്പിൾ പ്രോഗ്രാം ചെയ്യണമെന്നുണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ച കൺസെപ്റ്റും ഫംഗ്ഷൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് യൂസൊക്കെ വെച്ച്. പക്ഷേ ഈ വീഡിയോയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അധികം ലെങ്തി ആയി പോവും എന്നൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ആ ഒരു എക്സസൈസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ ഡൗട്ടുകളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും കണ്ടു നോക്കുക. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.